ഈ കാണുന്നത് നൊഗ്വാർ വില്ലേജിലെ അധികമാർക്കും അറിയാത്തൊരു പഴയ പാർക്കാണ്. തെളിഞ്ഞ ആകാശത്തിന് താഴെ നിന്ന് ഈ നൊഗ്വാറിലെ കുഞ്ഞു കൂട്ടുകാർക്കൊപ്പം ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ഇവിടെയുള്ളവർ ഒഴിവു സമയം ആസ്വദിക്കുന്നത് ഈ പാർക്കിലാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ ഷില ബ്രിഡ്ജും ഷില ആർട്ടിഫിഷ്യൽ ഫുട്ബോൾ ഗ്രൗണ്ടും അതിനു ചുറ്റുമായി നീണ്ടുകിടക്കുന്ന മലയും പുഴയും എല്ലാം കാണാം. 100 രൂപ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ആ കാഴ്ചയൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങളും ഫെഡറിക്കും രാവിലത്തെ ചൂട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി താഴെ പുല്ലിലിരുന്ന് പ്ലേറ്റൊക്കെ സ്റ്റൂളിൽ വെച്ച് വട്ടത്തിലിരുന്ന് കഴിക്കുകയാണ്. വീടിനകത്തിരുന്ന് കഴിക്കുന്നതിനേക്കാൾ എത്രയോ അടിപൊളിയാണ് ഇങ്ങനെ പുറത്തൊക്കെ ഇരുന്ന് ഇളം തണുത്ത കാറ്റൊക്കെ കൊണ്ട് കഴിക്കുന്നത്, അല്ലെ? ഇവിടെയുള്ളവർ രാവിലെ ദിവസവും കഴിക്കുന്നത് റൈസും കടലക്കറിയും അല്ലെങ്കിൽ റൈസോ പോർക്കോ ആണ്. ഫെഡറിക്കിന്റെ വീട്ടിൽ അമ്മ, അച്ഛൻ, അനിയനും അനിയത്തിയും എന്നിവരാണ് ഉള്ളത്. ഫെഡറിക് ആണ് നൊഗ്വാറിലെ ചർച്ചിന്റെ ഭാഗമായി നടക്കുന്ന എല്ലാ പ്രോഗ്രാംസിന്റെയും കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്നത്. ഫെഡറിക് നല്ല കൈൻഡ് ആൻഡ് ഹംബിൾ ആയിട്ടുള്ള വ്യക്തിയാണ്. ഒരുപാട് ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളുമായി ജീവിക്കുന്ന നമ്മളെ പോലെയുള്ള ഒരു പയ്യൻ. അവന് ജീവിതത്തിൽ പലതരത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്യാനൊക്കെ പ്ലാൻ ഉണ്ട്. ഇവിടെ കാണാനായി എന്തൊക്കെയുണ്ട് എന്ന് ഫെഡറിക്കിനോട് ചോദിച്ചപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് അകലെയായി റൂട്ട് ബ്രിഡ്ജുകളുടെ ഹബ്ബുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ ഗ്രാമങ്ങൾക്ക് പിന്നിലെ കാടുകൾക്കിടയിലായി ആളുകൾ ബാംബു പൈപ്പ് ലൈൻ കെട്ടിവെച്ചിരിക്കുന്നത് കാണാം. വേസ്റ്റ് ഒക്കെ ഇടാനായി പ്ലാസ്റ്റിക് ചാക്കും കാണാം. അവിടെ നിന്ന് നടന്ന് ഞങ്ങൾ ബ്രോ പറഞ്ഞ ഉംകർ റൂട്ട് ബ്രിഡ്ജിൽ എത്തിയിരിക്കുകയാണ്. പഴയ കാലത്ത് ഇവിടെയുള്ള ആളുകൾ പ്രകൃതിയെ കൂട്ടുപിടിച്ച് വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരിക്കലും നശിക്കാത്ത തലമുറകൾ നീണ്ടു നിൽക്കുന്ന എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിൽ ഒന്നാണിത്. ഇതിലൂടെ നടക്കുമ്പോൾ താഴെ നോക്കി നടന്നില്ല എങ്കിൽ കാലിൽ വേരുകളുടെ ഗ്യാപ്പിലേക്ക് പോയി ലോക്കാവാൻ ചാൻസ് ഉണ്ട്. മഴക്കാലത്താണെങ്കിൽ ഈ റൂട്ട് ബ്രിഡ്ജിന്റെ ലുക്ക് തന്നെ വേറെ ലെവലായിരിക്കും. ഈ വേരുകളുടെ രണ്ടറ്റവും മരങ്ങളുമായി കണക്ഷൻ ഉള്ളതുകൊണ്ട് താഴോട്ട് പോകുന്ന വേരുകൾ പടർന്നു ചെന്ന് വലിയ പാറകളിൽ ചുറ്റിയിരിക്കുന്നത് കൊണ്ടും ഈ റൂട്ട് ബ്രിഡ്ജ് ട്രിപ്പിൾ സ്ട്രോങ് ആണ് കേട്ടോ. അതിന് തൊട്ട് താഴെയായി കമ്പിയും മെറ്റലും സിമെന്റും കൊണ്ട് മനുഷ്യനുണ്ടാക്കിയ പാലം കാണാം. മനുഷ്യനുണ്ടാക്കിയ ബ്രിഡ്ജ് വർഷങ്ങൾക്കകം എപ്പോൾ വേണമെങ്കിലും ഒരു പ്രകൃതിക്ഷോഭത്തിൽ തകരാം. പ്രകൃതി ഉണ്ടാക്കിയ ബ്രിഡ്ജ് ആണെങ്കിൽ വർഷങ്ങൾ കൂടുന്തോറും കൂടുതൽ കരുത്താർജിച്ച് പ്രകൃതിക്ഷോഭത്തിൽ പോലും അതിജീവിക്കും. അതിന് തൊട്ടു മുകളിലായി അടുത്ത റൂട്ട് ബ്രിഡ്ജ് ഉണ്ടാക്കുന്ന പരിപാടിയിലാണ് യൂണിവേഴ്സ് എന്ന് തോന്നുന്നു. താഴെ നിന്ന് പില്ലറൊക്കെ സപ്പോർട്ട് കൊടുത്ത് മുളയും മറ്റു മരങ്ങളും കാണാം. എന്തൊക്കെയാണെങ്കിലും കുറച്ചു വർഷങ്ങൾ എടുത്താലും പ്രകൃതി ഇത് സെറ്റാക്കിയിരിക്കും. അതിന് വേരുകൾ പോകേണ്ട ഡയറക്ഷൻ മാത്രം മനുഷ്യൻ കാണിച്ചു കൊടുത്താൽ മതി. ഇടം വല നോക്കാതെ യൂണിവേഴ്സ് അത് ചെയ്തിരിക്കും. അതാണ് ഇവിടെയുള്ള ആളുകളുമായി യൂണിവേഴ്സിനുള്ള ടൈപ്പ്. ഇവിടെ നെറ്റ്വർക്ക് പ്രോപ്പറായി കിട്ടാത്തത് കൊണ്ട് എന്തിനും ക്യാഷ് കയ്യിൽ വേണം. ഇതൊക്കെ നോക്കി പരിപാലിക്കുന്നതിനുള്ള ചെലവായി ഈ കടയിലെ അമ്മൂമ്മ ഒരാളിൽ നിന്ന് 100 രൂപ ടിക്കറ്റ് ചാർജായി ഈടാക്കും. ഇവിടെ മൊത്തം 2 ബ്രിഡ്ജുകളുണ്ട്. ഈ റൂട്ട് ബ്രിഡ്ജിന്റെ പേര് ഇത്ര സിമ്പിൾ ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല കേട്ടോ. പിന്നെ ഈ പേരിലൊക്കെ എന്തിരിക്കുന്നു അല്ലേ? എന്നാലും ഈ പേരിന്റെ നീളം ആ റൂട്ട് ബ്രിഡ്ജിനുണ്ടോ എന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അങ്ങനെ നടന്ന് ഞങ്ങൾ 2ാം റൂട്ട് ബ്രിഡ്ജിൽ എത്തിയിരിക്കുകയാണ്. മൊത്തം വരണ്ട പ്രദേശം, താഴെ പാറക്കൂട്ടങ്ങൾ മാത്രം. ഞങ്ങളും ഒരു നിമിഷം ആഗ്രഹിച്ചു പോയി, റൂട്ട് ബ്രിഡ്ജിന് താഴെ കൂടെ മഴക്കാലത്തൊഴുകുന്ന ആ പുഴ ഒന്ന് വന്നിരുന്നുവെങ്കിലെന്ന്. എന്നാൽ ആ മഴക്കാലത്തെ യാത്രയെക്കുറിച്ചൊന്ന് സങ്കല്പിച്ചപ്പോൾ വന്ന ദുഃഖം ഏറിൽ പോയി. ഈ റൂട്ട് ബ്രിഡ്ജ് നേരിട്ട് കാണുമ്പോൾ ശരിക്കും നമ്മളൊന്ന് ഷോക്കാവും. ഇത്രയേറെ വലിയ വേരുകളോ, അതും ഒരു മരത്തിന്റെ വലിപ്പമുള്ളവ. ഈ വേരുകൾ പടർന്നു പറന്ന് എങ്ങോട്ടാണ് പോകുന്നതാവോ, ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. പക്ഷെ ഈ റൂട്ട് ബ്രിഡ്ജ് നടക്കാൻ സെറ്റാണ് കേട്ടോ. ഒരു ചെറിയ കൂടാരം പോലെ മുളയും മരങ്ങളും കൊണ്ട് കെട്ടിയുണ്ടാക്കി അതിനു മുകളിലൂടെ മനുഷ്യൻ വേരുകൾ പടർത്തി വിടുന്നു. ഇനി ഇതും സിംഗിൾ ഡെക്കറിൽ നിന്ന് ഡബിൾ ഡെക്കർ ആക്കാനുള്ള ഫ്യൂച്ചർ പ്ലാനിങ്ങിലായിരിക്കുമോ യൂണിവേഴ്സ്? ഒരിക്കൽ കംപ്ലീറ്റ് ആകുമ്പോൾ ഇത് വർഷങ്ങളല്ല, നൂറ്റാണ്ടുകൾ വരെ നിലനിൽക്കും. ജീവിതത്തിൽ ഇറക്കവും കയറ്റവും എല്ലാം സ്വാഭാവികമാണ്. എന്നാൽ ഞങ്ങളുടെ ലൈഫിൽ ഈ കാലം അത്രയും വല്ലാത്തൊരു ഇറക്കമായിരുന്നു. ഇനി വേണം ഓരോ പടി മേലോട്ട് കയറുവാൻ. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് നൊഗ്വാറിലെ കൃഷി മേഖലയിൽ ചെന്നെത്തി. അവിടെ വാഴ കൃഷി കാണാം. അതുപോലെ കോളിഫ്ലവർ കൃഷിയും ക്യാബേജ് കൃഷിയും വിവിധ തരത്തിലുള്ള ഇലകൃഷിയും പിന്നെ ആ കാണുന്നത് ബാംബുവിന്റെ സപ്പോർട്ടിൽ വളരുന്ന പയർ കൃഷിയാണ് കേട്ടോ. ഇതുപോലെ കുറഞ്ഞ പ്രൊഡക്ഷനും കുറവ് ക്വാണ്ടിറ്റിയും ആകുമ്പോൾ സ്വാഭാവികമായും കോഴിക്കറിയും പോർക്ക് കറിയും ലെസ് ക്വാണ്ടിറ്റി മോർ പ്രൈസിലാവുന്നതിൽ യാതൊരു അത്ഭുതവും ഇല്ല കേട്ടോ. ഈ കാണുന്നത് ഇവിടെയുള്ള ഒരു അങ്കനവാടിയാണ്. എത്ര ഭംഗിയായാണ് കെട്ടിയിരിക്കുന്നത് നോക്കൂ. അതും ഒരു കൊച്ചു വീടിന്റെ രൂപത്തിൽ. ചുവരുകളാണെങ്കിൽ മഷ്റൂമും ബട്ടർഫ്ലൈയും പക്ഷികളും തുമ്പികളാലും നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ക്രിസ്മസിനെ വെൽക്കം ചെയ്യാനായി ഫെഡറിക്കിന്റെ വീട്ടിലേക്ക് പോയി. അങ്ങനെ ക്രിസ്മസ് അപ്പൂപ്പനെയും കരോളിനെയും സ്വീകരിക്കാനായി ഈ 2 കുഞ്ഞു മാലാഖമാരും ഒരുങ്ങി കഴിഞ്ഞു.
അവരെല്ലാവരും വലിയ സന്തോഷത്തിലാണ്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ക്രിസ്മസ് കരോളിംഗ് എത്തിയിരിക്കുകയാണ്. റോഡിലൂടെ ക്രിസ്മസ് കരോളും പാടി ട്രഡീഷണൽ ഡ്രസ്സും ക്രിസ്മസ് തൊപ്പിയും ധരിച്ച് കുട്ടികളും ചെറുപ്പക്കാരും നടന്നു പോകുന്നത് കാണാം. അവരോടൊപ്പം സാന്താക്ലോസും കാണാം. അവിടെ ചില കുട്ടികൾ ഗിറ്റാർ വായിച്ച് ക്രിസ്മസ് ഗാനങ്ങൾ പാടി മുന്നോട്ട് പോകുന്നത് കാണാം. അവരുടെ പിന്നാലെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ധരിച്ച് സ്ത്രീകൾ കൈകൊട്ടി പാടി പോകുന്നു. ഒടുവിൽ കരോളുമായി വന്നവർ ഒരു വീട്ടിൽ ഒത്തുകൂടി. അവിടെ ഫെഡറിക് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പ്രയർ ചൊല്ലുന്നത് കാണാം. ഇവിടെ കുട്ടികൾ ഗിറ്റാർ വായിച്ച് ക്രിസ്മസ് ആഘോഷിക്കുന്നു. ശേഷം കരോളുമായി വന്നവരുടെ ക്ഷീണമകറ്റാനായി വ്യത്യസ്ത രീതിയിലുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് ക്രിസ്തുവിന്റെ ഒരു ഇടയൻ വന്നവർക്കെല്ലാം ടീയും സ്നാക്സും ഒക്കെ സെർവ് ചെയ്യുന്നു. അവിടെയായി ഫെഡറിക്കിന്റെ സിസ്റ്ററിന്റെ കുഞ്ഞ് മൊബൈലിൽ കാര്യമായി എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാണാം. അതൊക്കെ കഴിഞ്ഞ് ചിരിച്ചു കളിച്ച് പാടിയാടി അവർ എല്ലാവരും പള്ളിയുടെ മുന്നിലെത്തി. കുട്ടികളെല്ലാം ആടിപ്പാടി ക്രിസ്മസിനെ വരവേറ്റു. നെഗ്വാറിലെ ആളുകളെല്ലാം പള്ളിയിൽ ഒത്തുകൂടി ഉണ്ണിയേശുവിനെ സ്തുതിച്ചു പാടാൻ തുടങ്ങി. മനോഹരമായി അലങ്കരിച്ച ക്രിസ്മസ് ട്രീയും പുൽക്കൂടും വിവിധ ട്രഡീഷണൽ ക്രിസ്മസ് മ്യൂസിക്കും കൊണ്ട് പള്ളി അങ്ങ് വൈബായി. അതിനുശേഷം ഇവിടെയുള്ളവർ എല്ലാവരും നെഗ്വാറിലെ പുരാതനമായ ചർച്ചിൽ അവസാനത്തെ പ്രാർത്ഥനയ്ക്കായി ഒത്തുകൂടി. നെഗ്വാറിലെ ആളുകൾക്ക് ക്രിസ്മസ് ഒരു ഫെസ്റ്റിവൽ അല്ല, അത് അവരുടെ ഇമോഷനാണ്. അങ്ങനെ ഞങ്ങൾ ഫെഡറിക്കിനോട് യാത്ര പറഞ്ഞുകൊണ്ട് ഷില ബ്രിഡ്ജിലേക്ക് പോവുകയാണ്. Okay. It's very fun hosting you here. Yes. So hope we'll meet again in the future. Okay, thanks. Fine. അങ്ങനെ നെഗ്വാറിലെ മനുഷ്യരോടൊപ്പം ക്രിസ്മസ് ആഘോഷിച്ച് ഫെഡറിക്കിനോടും അവന്റെ ഫാമിലിയോടും യാത്ര പറഞ്ഞ് മുളകൾ തിങ്ങി നിറഞ്ഞ വഴിയിലൂടെ ഷില എന്ന പ്രദേശത്തെക്കുറിച്ച് കൂടുതലായി അറിയാൻ ചുറ്റിലുമുള്ള കാഴ്ചകൾ ആസ്വദിച്ച് നടന്നു പോവുകയാണ്. ഇവിടുന്ന് കാർ ടാക്സിയിൽ വേണം കേട്ടോ ഷിലയിലേക്ക് പോകുവാൻ. ലൈഫ് എല്ലായ്പ്പോഴും സ്മൂത്ത് ആവില്ല, പക്ഷേ ഇങ്ങനെയുള്ള യാത്രകൾ നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ സഹായിക്കും. അപ്പൊ ഫ്രണ്ട്സ്, എല്ലാം പറഞ്ഞ പോലെ